അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ കരടിയുടെ ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുഞ്ചയിൽ 2 ക്ഷേത്രങ്ങളിലാണ് കരടി കയറിയത്. പുഞ്ച കൊടമുക്ക് ദേവീക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കരടി കയറി വാതിൽ പൊളിക്കുകയും എണ്ണ, നെയ്യ് തുടങ്ങിയവ കരടി ഭക്ഷിക്കുകയും ചെയ്തു. പുലർച്ചെ വിളക്ക് വയ്ക്കുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് കരടി ക്ഷേത്രത്തിൽ കയറിയത് അറിയുവാൻ സാധിച്ചത്. രാവിലെ വന്നപ്പോൾ ഞാനിവിടെ അമ്പലം തുറന്നപ്പം മുന്തി തുറന്നതാണ്. അപ്പം അത് നോക്കുമ്പോൾ അതിൽ സാധനങ്ങളൊന്നുമില്ല. അപ്പം സാധനങ്ങളൊക്കെ വെളുക്ക 2 മറിച്ചിട്ടുണ്ട്, വേറെ ചെയ്യില്ല. മറ്റേ തടപ്പള്ളി കയറി എണ്ണ കുടിച്ചു. എണ്ണ 5-6 ലിറ്റർ എണ്ണ ഉണ്ടായി. എണ്ണ, നെയ്യ്, നെയ്യ് ഇതൊക്കെ കുടിച്ചു. വെള്ളം ചിന്തി ബാക്കി കുടിച്ചതാക്കി വന്നു. അന്നേ ദിവസം രാത്രിയിൽ തന്നെ മംഗലത്ത് ജാനകി എന്നിവരുടെ കുടുംബക്ഷേത്രത്തിലും കരടിയെത്തി വാതിൽ തള്ളി തുറന്ന് എണ്ണയും മറ്റും ഭക്ഷിച്ചു. 2ാം തവണയാണ് കരടി ഈ ക്ഷേത്രത്തിലെത്തുന്നത്. ക്ഷേത്രത്തിനോട് അടുത്തുള്ള ആൾതാമസമില്ലാത്ത വീട്ടിലും കരടി കയറി. എന്നാൽ വീടിനകത്തുള്ള ഗ്യാസ് അടുപ്പ്, പാത്രങ്ങൾ തുടങ്ങിയവ കരടി നശിപ്പിച്ചിട്ടുണ്ട്. വീടിനോട് ചേർന്നുള്ള പൂജാമുറിയിലും കരടി കയറി വിളക്കെണ്ണയും ഭക്ഷിച്ചു. അത് വീട് അമ്പലം പൊളിച്ചു, പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ആകെ നശിപ്പിച്ചു. ഒരു മേശയില്ലായിരുന്നു, അത് കയറി വെച്ചു, ഒക്കെ കയറി വെച്ചു. ഒരു പാട്ട എണ്ണ കളഞ്ഞു ആദ്യം. പിന്നെ ഞങ്ങൾ ഇവിടെ എണ്ണ വെച്ചിട്ടില്ല. എണ്ണ എവിടെയെങ്കിലും കൊണ്ടൊക്കെ ഇറക്കത്തില്ല. പിന്നെ അവിടുന്ന് കുറച്ച് ഇട്ട് എവിടെയെങ്കിലും പൂറ്റി വെച്ചില്ല. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇന്നലെ അർദ്ധരാത്രിയാണ് കരടി വന്നത്. കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ വന്നു. അന്ന് ഭയങ്കര നാശങ്ങൾ വരുത്തിയിരുന്നു. ഒരു കപ്പ എണ്ണ, അതുപോലെ നിലവിളക്ക്, അതുപോലെ വാതിൽ, നല്ല വാതിൽ എന്നൊക്കെ ചവിട്ടി തുറന്നു, പൊളിച്ചു, വീടിനുള്ളിൽ കടന്നു. വീടിന് കുറേ നഷ്ടം വരുത്തി. അപ്പം അന്ന് ഒരാഴ്ച കൂട് വെച്ചിരുന്നു. പക്ഷേ കൂട്ടിൽ കയറാത്തതുകൊണ്ട് പിന്നെ അവർ ഫോറസ്റ്റ് കൂട് തിരിച്ചു കൊണ്ടുപോയി. പൊട്ടിക്കല്ലിൽ കൊമ്പങ്കല്ല് വെച്ചു. അവിടുന്ന് കരടി കുടുങ്ങി. അവർ ഇവിടെ നെടുങ്കായി അവിടെ വിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ കരടിയാവുന്ന സംശയമുണ്ട്, വേറെ ഒന്നും അറിയില്ല. ഏതായാലും ഇന്നലെ മിഞ്ഞാന്ന് ടി കെ കോളനി വന്നു, അവിടെ കുറേ നഷ്ടങ്ങൾ പറ്റി. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇന്നലെ ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ഭീതിയിലും ആശങ്കയിലാണ്. ഇതിന് തക്കതായ ഒരു പ്രതിവിധി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യണം. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.